ഇംഗ്ലണ്ടിനെതിരായ പരമ്പരയിലെ ആദ്യ 3 T20യിലും സഞ്ജു സാംസൺ നിരാശപ്പെടുത്തിയതോടെ ഓപ്പണിംഗ് സംഘത്തെ ഇന്ത്യ മാറ്റി പരീക്ഷിക്കുമോ എന്ന ചോദ്യമാണ് ഉയരുന്നത്. അഭിഷേക് ശർമ്മ പരമ്പരയിലെ ഒരു T20യിൽ 6 ശതകം കണ്ടെത്തിയതിനാൽ ഓപ്പണിംഗിലെ സ്ഥാനത്ത് തുടരും. എന്നാൽ ഫാസ്റ്റ് ബോളർമാരെ നേരിടുന്നതിൽ സഞ്ജുവിനെ പിഴയ്ക്കുന്നതിനാൽ താരത്തെ ഇന്ത്യ മധ്യനിരയിലേക്ക് ഇറക്കി കളിപ്പിക്കുമോ എന്നാണ് ഇനി അറിയേണ്ടത്. കൊൽക്കത്തയിൽ 20 പന്തിൽ നിന്ന് 26 റൺസ്, ചെപ്പോക്കയ്ക്ക് വന്നപ്പോൾ 7 പന്തിൽ നിന്ന് 5 റൺസ്, രാജ്കോട്ടിൽ 6 പന്തിൽ നിന്ന് 3 റൺസ്. 3 ഇന്നിംഗ്സിലും സഞ്ജുവിനെ പുറത്താക്കിയത് ഇംഗ്ലീഷ് പേസർ ജോഫ്രെ ആർച്ചർ, അതും ഷോർട്ട് പിച്ച് പന്തുകളിലൂടെ. ഇംഗ്ലണ്ട് ബോളറുടെ ഷോർട്ട് പിച്ച് ബോൾ തന്ത്രം മറികടക്കാൻ പ്ലാസ്റ്റിക് ബോൾ ഉൾപ്പെടെ സഞ്ജു പ്രത്യേക പരിശീലനം നടത്തി. എന്നാൽ രാജ്കോട്ടിൽ അത് ഗുണം ചെയ്തില്ല. ഇതോടെ പൂനെയിലെ 4ാം T20യിലേക്ക് എത്തുമ്പോൾ സഞ്ജുവിനെ മധ്യനിരയിലേക്ക് ഇറക്കി പകരം ഓപ്പണിംഗിൽ അഭിഷേകിന് ടീം മാനേജ്മെന്റ് പുതിയ കൂട്ട് നൽകുമോ എന്നറിയണം. അതോ സഞ്ജുവിലുള്ള വിശ്വാസം കൈവിടാതെ താരത്തിന് വീണ്ടും അവസരം നൽകുമോ എന്നും ജനുവരി 31 അറിയാം. സഞ്ജുവിനെ മധ്യനിരയിലേക്ക് മാറ്റിയാൽ പകരം ആര് ഓപ്പണിംഗിലേക്ക് വരുമെന്ന ചോദ്യമുണ്ട്. ധ്രുവ് ജൂറലിന്റെ പേരാണ് ഈ സ്ഥാനത്തേക്ക് ഉയർന്നു കേൾക്കുന്നത്. രാജ്കോട്ടിൽ 8ാമതായിട്ടാണ് ജൂറലിനെ ഇന്ത്യ ഇറക്കിയത്. ഇത് വലിയ വിമർശനത്തിന് ഇടയാക്കി. ജൂറലിനെ ഗംഭീർ നശിപ്പിക്കുകയാണ് എന്നുൾപ്പെടെയുള്ള പ്രതികരണങ്ങൾ വന്നു കഴിഞ്ഞു. ഇതുപോലുള്ള പുതിയ വാർത്തകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക.